നമസ്കാരം. PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ അതായത് 5/9/2024 നടന്ന ജൂനിയർ ഇൻസ്പെക്ടർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് കോർപ്പറേഷൻ അതിൻ്റെ ആ PSC പരീക്ഷയുടെ PSC തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീയാണ് വായിക്കാൻ പോണത്. അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി നമ്പർ അല്ലെങ്കിൽ കാറ്റഗറി കോഡ് 640/2023 അപ്പോൾ ഈ പരീക്ഷ എഴുതിയിട്ടുള്ളവരൊക്കെ സ്കോറ് ഈ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള സ്കോർ മനസ്സിലാക്കി കമൻസിലിട്ടാൽ നല്ലതായിരുന്നു. ഓക്കെ, ഈ ചാനൽ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. നമുക്കിനി ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, ചൂസ് ദ ഇൻകറക്റ്റ് ആൻസർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെൻറ്റിൽ ദ ഫോളോയിങ് ആർ ദ കോമൺ പോയിൻറ്റ്സ് ബിറ്റ്വീൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് ദ ക്യാപിറ്റലിസ്റ്റിക് കൺസേൺ. അതിൽ 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിൽ 4ാമത്തെ ആണ് നൺ ഓഫ് ദ എബോവ് എന്നുള്ളതാണ്, ഡി ആണ് ആൻസർ. ഇനി 2, ചൂസ് ദ ഇൻകറക്റ്റ് ആൻസർ. രണ്ടാമത്തെ അതുപോലെ തന്നെ ദ മേജർ ഡിഫറൻസസ് ബിറ്റ്വീൻ കോപ്പറേഷൻ ആൻഡ് ക്യാപിറ്റലിസം ആർ. ഇവിടെ തന്നേക്കണേൽ 4 നൺ ഓഫ് ദ എബോവ് എന്നുള്ളതാണ്, അതായത് ഡി ആണ് ആൻസർ. ഇനി 3, ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ റിഗാർഡിംഗ് കോ ഓപ്പറേഷൻ ആൻഡ് സോഷ്യലിസം. അവിടെ തന്നിരിക്കുന്നത് 4ാമത്തെയാണ് ഓൾ ഓഫ് ദ എബോവ് എന്നുള്ളതാണ്, അതായത് എ ആണ് ആൻസർ. ഇനി 4, ചൂസ് ദ അപ്രോപ്രിയേറ്റ് ആൻസർ റിഗാർഡിംഗ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ സോൾ ട്രേഡർ ബിസിനസ് ആൻഡ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി. അവിടെ തന്നിരിക്കുന്നത് ഇതിൽ 4 സ്റ്റേറ്റ്മെൻറ്റ് വന്നതിൽ 1ഉം 3ഉം ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ, അതായത് ഡി ആണ് ആൻസർ. ഇനി 5, ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസേഴ്സ് ഫ്രം ദ ഗിവൺ ബിലോ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇവിടെ 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിൽ 4ാമത്തെ ഓൾ ഓഫ് ദ എബോവ്, അതായത് 3 സ്റ്റേറ്റ്മെൻറ്റ് തന്നതും ശരിയാണ് എന്നാണ് പറയുന്നത്, അപ്പോൾ ഡി ആണ് ആൻസർ. ഇനി 6, ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. ഇതിൽ തന്നേക്കണ 4 സ്റ്റേറ്റ്മെൻറ്റിൽ 1ഉം 3ഉം 4ഉം ആണ് ശരി, അതായത് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, പിന്നെ ക്യാഷ് ട്രേഡിംഗ്, അതായത് സി ആണ് ആൻസർ. ഇനി 7, ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. വൈ റോഷ്ഡേ ഈസ് കോൾഡ് പയനീഴ്സ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്നുള്ളത് ഇതിൽ 4 സ്റ്റേറ്റ്മെൻറ്റിൽ 1ഉം 2ഉം 3ഉം മാത്രമാണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്, അതായത് സി ആണ് ആൻസർ. ഇനി 8, ദ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ ഓഫ് ICA സെക്കൻഡ് സ്റ്റേജ് ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ്. അതിൽ ഓപ്പൺ മെമ്പർഷിപ്പ് ഉണ്ട്, ഡെമോക്രാറ്റിക് കൺട്രോൾ ഉണ്ട്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, അതായത് സി ആണ് ആൻസർ. ഇനി 9, ദ നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ ഓഫ് ICA സെക്കൻഡ് സ്റ്റേജ് ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ്. അതിൽ റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി ഉണ്ട്, സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടറേറ്റഡ് ഗുഡ്സ് ഉണ്ട്, ക്യാഷ് ട്രേഡിംഗ് ഉണ്ട്, അതായത് ബി ആണ് ഉത്തരം. ഇനി 10, ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. ദ പ്രിൻസിപ്പിൾസ് ഓഫ് ICA 1995 ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ്. ഈ 4 എണ്ണം ഉണ്ട്. ദ മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, ഓട്ടോണോമി ആൻഡ് ഇൻഡിപെൻഡൻസ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്, അപ്പോൾ എ ആണ് ആൻസർ. 11, വിച്ച് ആർ ദ നോൺ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഇൻ കേരള. മാർക്ക് ഫെഡ്, പിന്നെ കേര ഫെഡ്, പ്രൈമറി ഹൗസിംഗ് സൊസൈറ്റീസ്, അതായത് സി ആണ് ഉത്തരം. 12, വിച്ച് സൊസൈറ്റി ഈസ് ഓർഗനൈസ്ഡ് മെയിൻലി ഫോർ പ്രൊവൈഡിംഗ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ടു അൺസ്കിൽഡ് വർക്കേഴ്സ് ഇൻ റൂറൽ ഏരിയാസ്. സി ആണ് ലേബർ കോൺട്രാക്ട് സൊസൈറ്റീസ് എന്നുള്ളത്. 13, ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് റെയ്ഡ്കോ ആർ. തന്നിരിക്കുന്ന 4 ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് സി ആണ് ആൻസർ. ഇനി 14, ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസേഴ്സ്. വിച്ച് ആർ ദ ഇൻറ്റേർണൽ സോഴ്സസ് ഓഫ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. അതിൽ ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, എൻട്രൻസ് ഫീസ് ഉണ്ട്, റിസർവ് ഫണ്ട് ഉണ്ട്, അതായത് എ ആണ് ആൻസർ. ഇനി 15, ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസേഴ്സ്. ഇവിടെ തന്നേക്കണതിൽ 4 ഉണ്ട്, അതായത് വിച്ച് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്നുള്ളതിനെ കുറിച്ചാണ്. 4ഉം ശരിയാണ്, അപ്പോൾ ബി ആണ് ആൻസർ. ഇനി 16, ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസേഴ്സ്. ദ ഫോളോയിങ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് PCARDB. അതും ഇവിടെ തന്നിരിക്കുന്ന 4ഉം ഉണ്ട്, അപ്പോൾ ഡി ആണ് ആൻസർ. ഇനി 17, ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസേഴ്സ്. ദ ഫോളോയിങ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് നാഫെഡ്. അതിലും ഈ തന്നിരിക്കുന്ന 4 ഇതും ആൻസറും ആണ്, അപ്പോൾ ഡി ആണ് ആൻസർ.
18. Choose the most appropriate answer. The powers of NCDC includes. ഇവിടെ അത് 4 എണ്ണം ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് എ ആണ് ആൻസർ. 19. Which one is the Apex Development Bank in the country for supporting and promoting agriculture and rural development? NABARD ആണ് സി. 20. Choose the most appropriate answer. The services offered by NCHF are. ഇവിടെ 4 ഇതും ആണ്, അപ്പോൾ അതുകൊണ്ട് ബി ആണ് ഉത്തരം. 21. Which one is our country's leading fertilizer producer in the cooperative sector? IFCO ആണ്, എ ആണ്. 22. Which one is the national level organization of marketing cooperatives in India? NAFED ആണ്, സി. 23. Which of the following statements are true about cooperative society audit? ഇവിടെ തന്നിരിക്കുന്നതിൽ ഒന്നാമത്തെ മാത്രമേ ഉള്ളൂ നോട്ട് ഓൺലി ഫൈനാൻഷ്യൽ ബട്ട് ഓൾസോ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് എന്നുള്ള, അതായത് സി ആണ് ഉത്തരം. 24. The maximum audit fee payable by a general category society will not exceed ₹1 lakh, ഡി ആണ്. 25. Which of the following statements are correct? ഇവിടെ തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ്, അതുകൊണ്ട് ഡി ആണ് ഉത്തരം. 26. 26ാമത്തേന് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. അത് ആദ്യത്തേന് 4 months രണ്ടാമത്തേന് 3 months ആണ്, അതായത് ഡി ആണ് ആൻസർ. ഇനി 27. When the auditor concludes that the financial statements give true and fair view of state of affairs of the business, then he will issue unqualified report എന്നുള്ള ബി ആണ്. 28. Which of the following statements are true? ഇവിടെ തന്നിരിക്കുന്നതിൽ ഇന്റേണൽ ചെക്ക് ഈസ് എ പാർട്ട് ഓഫ് ഇന്റേണൽ കൺട്രോൾ എന്നുള്ളതും ഇന്റേണൽ ഓഡിറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഇന്റേണൽ കൺട്രോൾ എന്നുള്ളതും, അതായത് സി ആണ് ഉത്തരം. ഇനി 29ാമത്തെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിന് ആദ്യത്തേന് 6 months രണ്ടാമത്തെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിന് 3 months ആണ്, അതായത് സി ആണ് ഉത്തരം. ഇനി 30. അഡ്ഹോക് കമ്മിറ്റി വിൽ ബി ഇൻ പവർ ഫോർ എ പീരീഡ് ഓഫ് 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ, അതായത് സി. 31. As per the Kerala Cooperative Society's Third Amendment Bill 2022, the total individual members in the Federal Society shall not exceed 25% of the total membership in the society, അതായത് സി. 32. The maximum age limit for seeking membership in youth cooperative societies in Kerala is D ആണ് 45. 33. Every cooperative society shall file returns within 6 months of the closure of every financial year before the registrar, സി ആണ്. 34. സെക്ഷൻ 64 ആണ് ആദ്യത്തെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, പിന്നെ രണ്ടാമത്തെ 65, ബി ആണ് ഉത്തരം. ഇനി 35. Who is the competent authority for appeal against an order passed by liquidator under section 73 of Cooperative Societies Act 1969, സി ആണ് രജിസ്ട്രാർ. 36. സെക്ഷൻ 84 ആണ്, ബി ആണ് ഉത്തരം. 37. If the sale officer conducts sale of movable property without notice, civil court ആണ്, എ ആണ്, is the competent authority for appeal എന്നുള്ളത്. 38. If a member of cooperative society is expelled from membership, who is the competent authority of appeal? B ആണ് ട്രിബ്യൂണൽ. 39. സെക്ഷൻ 78 സി ആണ് ഉത്തരം ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ഡീൽസ് വിത്ത് അറ്റാച്ച്മെന്റ് ബിഫോർ ജഡ്ജ്മെന്റ്, സി ആണ് ഉത്തരം. 40. ആസ് പെർ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എവറി സൊസൈറ്റി ഷാൽ ട്രാൻസ്ഫർ നോട്ട് ലെസ് ദാൻ 25% ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് ടു റിസർവ് ഫണ്ട്, ഡി ആണ്. 41. സെക്ഷൻ 57B ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഡീൽസ് വിത്ത് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം, ബി ആണ്. 42. സെക്ഷൻ 48 ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഡീൽസ് വിത്ത് റെസ്ട്രിക്ഷൻ ഓൺ റേറ്റ് ഓഫ് ഡിവിഡൻഡ്, ഡി ആണ് 48 എന്നുള്ളത്. 43യുടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലാണ്, സി ആണ്. ഇനി 44. മാക്സിമം എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ ദാറ്റ് ക്യാൻ ബി റേസ്ഡ് ബൈ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ബൈ ഇഷ്യൂയിങ് ഷെയർ ഈസ് കോൾഡ് നോമിനൽ ക്യാപിറ്റൽ, എ ആണ്. 45. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. അപ്പോൾ ഇവിടെ രണ്ടാമത്തെയാണ് ഫസ്റ്റ് വരേണ്ടത്, പിന്നെ ഒന്നാമത്തെ, പിന്നെ മൂന്നാമത്തെ, അതായത് എ ആണ് ആൻസർ. ഇനി 46. ദ മോഡൽ കോപ്പറേറ്റീവ് ബിൽ ഓഫ് 1956 1ഉം 2ഉം ആണ് ട്രൂ, അതായത് ബി ആണ് ഉത്തരം. ഇനി 47ാമത്തെ 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ആ 2 സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് 1, അപ്പോൾ സി ആണ് ഉത്തരം. ഇനി 48ാമത്തേനും ഇവിടെ 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിലേതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഡി ആണ് ഉത്തരം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ റൈറ്റ് ആയിട്ടുള്ളൂ, അതായത് ഡി ആണ് ഉത്തരം.
ഇനി 49 ആസ് പെർ ദ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഹൂ ഹാസ് ദ അതോറിറ്റി ടു ഇഷ്യൂ ദ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ എ ആണ് സെൻട്രൽ രജിസ്ട്രാർ എന്നുള്ളത് 50 ഇൻ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെൻറ്റ് ആക്ട് 2023 വിച്ച് സെക്ഷൻ വാസ് അമെൻഡഡ് ടു ഇൻക്ലൂഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് സെക്ഷൻ 2A ആണ് 51 മാച്ച് ദ ഫോളോയിങ്ങിന് ഒന്നാമത്തേന് സി രണ്ടാമത്തേന് ഡി മൂന്നാമത്തേന് എ നാലാമത്തേന് ബി ആണ് വരിക അതായത് സി ആണ് ഉത്തരം 52 മാച്ച് ദ ഫോളോയിങ് ആണ് അതിനും അതെ എ ആണ് ഉത്തരം വരിക ഒന്നാമത്തേന് ഡി രണ്ടാമത്തേന് സി മൂന്നാമത്തേന് എ നാലാമത്തേന് ബി അതായത് എ ആണ് ഉത്തരം ഇനി 53 രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് അതിൽ സ്റ്റേറ്റ്മെൻറ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ചോദിച്ചാൽ സ്റ്റേറ്റ്മെൻറ്റ് 1 ഇൻകറക്റ്റ് ആണ് സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റ് ആണ് അതായത് ഡി ആണ് ഉത്തരം 54 അസേഷനും റീസണും തന്നിട്ടുണ്ട് അത് രണ്ടും ട്രൂ ആണ് പിന്നെ രണ്ടാമത്തെ ആദ്യത്തേൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ് അതായത് എ ആണ് ഉത്തരം ഇനി 55 മാച്ച് ദ ഫോളോയിങ് ആണ് അതിൽ ഒന്നാമത്തേന് സി രണ്ടാമത്തേന് എ മൂന്നാമത്തേന് ഡി നാലാമത്തേന് ബി അതായത് സി ആണ് ഉത്തരം ഇനി 56 വിച്ച് സെക്ഷൻസ് ഓഫ് ദ RBI ആക്ട് പ്രൊവൈഡ്സ് ദ റൈറ്റ് ടു ഇഷ്യൂ ബാങ്ക് നോട്ട്സ് ആൻഡ് പ്രിസ്ക്രൈബ്സ് ദ ഫോം ഓഫ് ദ നോട്ട്സ് എ ആണ് സെക്ഷൻ 22 and 25 എന്നുള്ളത് 57 രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് അത് എന്തിനെ കുറിച്ചുള്ളതാണെന്നുള്ളതാണ് അപ്പോൾ ഡി ആണ് ബോത്ത് റിലേറ്റ്സ് ടു ബാങ്കിങ് പ്രിൻസിപ്പിൾ എന്നുള്ളതാണ് ഇനി 58 മാച്ച് ദ ഫോളോയിങ് ഫങ്ഷൻസ് ഓഫ് RBIയുടെ ഫംഗ്ഷന് മാച്ച് ആവണത് ഒന്നാമത്തേന് ഡി ആണ് രണ്ടാമത്തേന് സി മൂന്നാമത്തേന് ബി നാലാമത്തേന് എ അതായത് എ ആണ് ഉത്തരം ഇനി 59 രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് അതിൽ കറക്റ്റ് ആൻസർ ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 2 അതായത് ഡി ആണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ കറക്റ്റ് ഉള്ളൂ ഇനി 60 ഹൗ മെനി ബാങ്ക്സ് വേർ നാഷണലൈസ്ഡ് ഇൻ ദ ഇയർ 1980 അതായത് 6 ആണ് ഡി ആണ് ഇനി 61 അസേഷനും റീസണും തന്നിട്ടുണ്ട് അതിൽ രണ്ടും ട്രൂ ആണ് അസേഷനും റീസണും ട്രൂ ആണ് റീസൺ എന്നുള്ളത് അസേഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷനാണ് അതായത് എ ആണ് ഉത്തരം ഇനി 62 മാച്ച് ദ ഫോളോയിങ് മാച്ച് ദ ഇക്വിറ്റി പ്രൊപ്പോർഷൻ ഓഫ് RRBS അതിന് ഒന്നാമത്തേന് ബി രണ്ടാമത്തേന് സി മൂന്നാമത്തേന് എ ആണ് അതായത് ബി ആണ് ആൻസർ ഇനി 63 വാട്ട് വാസ് ദ റെക്കമെൻഡേഷൻ ഓഫ് നരസിംഹം കമ്മിറ്റി റിഗാർഡിംഗ് ദ റേറ്റിയോ ഓഫ് SLR ആൻഡ് CRR അത് സി ആണ് ടു റെഡ്യൂസ് ബോത്ത് സോ ദാറ്റ് ടു ഇംപ്രൂവ് ദ റിസോഴ്സ് ബേസ് ഓഫ് ബാങ്ക്സ് ഇനി 64 നെയിം ദ ബാങ്ക്സ് വിച്ച് വേർ മെർജ്ഡ് വിത്ത് ബാങ്ക് ഓഫ് ബറോഡ അത് വിജയ ബാങ്ക് ആൻഡ് ദേന ബാങ്ക് ഡി ആണ് 65 നെയിം ദ ലോക്കൽ ഏരിയ ബാങ്ക് ദ ലൈസൻസ് ഓഫ് വിച്ച് വാസ് ക്യാൻസൽഡ് ബൈ RBI ഇൻ 2020 സുഭദ്ര ലോക്കൽ ഏരിയ ബാങ്ക് ലിമിറ്റഡ് ബി ആണ് 66 വിച്ച് കമ്മിറ്റി റെക്കമെൻഡഡ് ദ ഫോർമേഷൻ ഓഫ് ഡിഫറൻഷിയേറ്റഡ് ബാങ്ക്സ് ഇൻ ഇന്ത്യ അത് എ ആണ് നച്ചികേത് മോർ കമ്മിറ്റി എന്നുള്ളതാണ് ഇനി 67 രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് അതിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഇൻകറക്റ്റാണ് തെറ്റാണ് സി ആണ് ഉത്തരം 68 ഇവിടെ തന്നിട്ടുള്ളതിൽ 1 2 അതിൻ്റെ ഓർഡർ 1 2 4 5 എന്നുള്ളതാണ് അതായത് ബി ആണ് ഉത്തരം ഇനി 69 വീണ്ടും അസേഷനും റീസണും തന്നിട്ടുണ്ട് അത് രണ്ടും ട്രൂ ആണ് റീസൺ എന്നുള്ളത് അസേഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷനാണ് അതായത് എ ആണ് ആൻസർ ഇനി 70 മാച്ച് ദ ഫോളോയിങ് ആണ് അതിൽ ഒന്നാമത്തേന് ഡി ആണ് വരിക രണ്ടാമത്തേന് സി മൂന്നാമത്തേന് എ നാലാമത്തേന് ബി അതായത് ബി ആണ് ആൻസർ ഇനി 71 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിന് സെൻട്രലൈസ്ഡ് ബാങ്കിങ് സൊല്യൂഷൻസ് സി ആണ് ഉത്തരം 72 ക്ലസ്റ്റർ എന്നുള്ളതാണ് ഉത്തരം വരിക 73 വാട്ട് ഈസ് ദ ഏജ് ഗ്രൂപ്പ് ഓഫ് അടൽ പെൻഷൻ അത് ബിറ്റ്വീൻ 18-40 ഇയേഴ്സ് ഓഫ് ഏജ് 18 മുതൽ 40 വയസ്സ് വരെ സി ആണ് 74 ₹436 ആണ് എ ആണ് ഉത്തരം ഇനി 75 ആൻറ്റി ഡേറ്റഡ് ചെക്ക് ബി ആണ് ഉത്തരം വരിക 76 ബേസൽ നോംസ് എ ആണ് ഉത്തരം വരിക 77 EFT ആണ് പേപ്പർലെസ് ബാങ്കിങ് എന്ന് പറയുന്നത് 78 ഇവിടെ തന്നിരിക്കുന്നത് ഇ ക്യാഷ് മണി എന്നുള്ളത് ഫോൾസ് ആണ് എ ആണ് ഇനി 79 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിന് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്നുള്ളതാണ് ഉത്തരം 80 അതുപോലെ ഓപ്പണിംഗ് ഓഫ് ക്രോസിംഗ് ബി ആണ് ഉത്തരം 81 സി ആണ് ഡിക്രീസ് ദ സപ്ലൈ ഓഫ് മണി ഇൻ ദ എക്കോണമി എന്നുള്ളതാണ് 82 വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് RBI എന്നുള്ളത് ഇഷ്യൂവൻസ് ഓഫ് കോയിൻസ് ബി ആണ് 83 ദ ആപ്ലിക്കബിലിറ്റി ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് 1881 ഈസ് എ ആണ് ദ ഹോൾ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് 84 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് സെക്ഷൻ 5 സി ആണ് ഉത്തരം ഇനി 85 സി ആണ് എ ബിൽ ഓർ നോട്ട് പേയബിൾ ആഫ്റ്റർ സൈറ്റ് എന്നുള്ളത് 86 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഡി ആണ് 60 ഡേയ്സ് ആണ് വരിക 87 സ്പോൺസർ ബാങ്ക്സ് ഷെയർ 35% ബി ആണ് 88 സി ആണ് ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ് എന്നുള്ളതാണ് 89 ബി ആണ് ബന്ധൻ ഫൈനാൻഷ്യൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് 90 നബാർഡ് ഡി ആണ് 91 ഒലറ്റ് മോണിറ്റേഴ്സ് ഡി ആണ് 92
ഡി ആണ് എൻ വി റാം എന്നുള്ളത്. 93-ന് ഓൾ ഓഫ് ദ ബോർഡ് തന്നിരിക്കുന്ന 4ഉം ശരിയാണ്, അതായത് ഡി ആണ് ഉത്തരം. 94-ന് 1ഉം 1ഉം 3ഉം ആണ് ആൻസർ, സി ആണ്. 95-ന് എ ആണ് ആൻസർ വരിക. 96 ബി ആണ് ആൻസർ. 97-ന് 2ഉം 4ഉം ആണ്, അതായത് എ ആണ് കറക്റ്റായിട്ടുള്ള ഇത്. ഇനി 98 SMTP ആണ്. 99 ഡി